എല്ലാവർക്കും രാമായണ മാസം 3-ാം ദിവസത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കൗസല്യ സ്തുതിയോടുകൂടിയാണ് ആരംഭിക്കുന്നത്. അധ്യാത്മ രാമായണത്തിൽ നമസ്തേ ദേവദേവ ശംഖചക്രാംജധര നമസ്തേ വാസുദേവ മധുസൂദന ഹരേ എന്നീ വരികളിലൂടെയാണ് ആരംഭിക്കുന്നത് കൗസല്യ സ്തുതി. അപ്പം ദേവദേവ, ശംഖചക്രം ഗദാ പങ്കജം എന്നിവ ധരിക്കുന്നവനെ, വാസുദേവ, മധുസൂദന, നരകാരെ, ശൗരേ, ലോകനാഥ, അങ്ങയെ ഞാൻ നമസ്കരിക്കുന്നു. നിന്തിരുവടി മായാദേവിയെ കൊണ്ട് പ്രപഞ്ചം സൃഷ്ടിച്ച് രക്ഷിച്ച് സംഹരിക്കുന്നു. സത്വാദി ഗുണത്രയത്തെ ആശ്രയിച്ച് എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് മഹാവിദ്വാൻമാർക്ക് പോലും അറിയാൻ പ്രയാസമത്രേ. കൗസല്യാദേവി ഭഗവാനോട് ഇങ്ങനെ ചോദിക്കുന്നു: അങ്ങയുടെ ഉദരത്തിൽ എണ്ണിയാലൊടുങ്ങാത്ത ബ്രഹ്മാണ്ടങ്ങൾ കിടക്കുന്നു. അങ്ങനെയുള്ള ഭവാൻ എന്റെ ജഠരത്തിൽ വന്നു കിടക്കാൻ എന്താണ് കാരണം? അറിവില്ലാത്ത എനിക്ക് ഭക്തന്മാർക്ക് അനുഭവമാകുന്ന ഭക്തി, പാരവശ്യം വ്യക്തമായി മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഭർത്താവ്, പുത്രൻ, സമ്പത്ത്, കുലം എന്നിവരടങ്ങിയ ലൗകിക ദുഃഖമാകുന്ന സമുദ്രത്തിൽ മുഴുകി ഞാൻ നിത്യവും ചുറ്റിക്കറങ്ങുന്നു. അങ്ങയുടെ മഹാമായയുടെ ശക്തി കൊണ്ട് ഇന്ന് അങ്ങയുടെ പാദാംബുജം കാണാൻ എനിക്ക് ഭാഗ്യമുണ്ടായി. ഇപ്പോൾ എൻ്റെ മുമ്പിൽ കാണുന്ന ഈ ജപം എൻ്റെ പാപങ്ങൾ ഒടുങ്ങാനായി എൻ്റെ മനസ്സിൽ എപ്പോഴും കാണുമാറാകണം. ലക്ഷ്മിപതിയായ ലോകനാഥ, ലോകത്തെ മുഴുവൻ മോഹിപ്പിക്കുന്ന നിന്റെ മഹാമായ എന്നെ മോഹിപ്പിക്കരുതേ. അല്ലയോ ദേവേശ, ഔലൗകികമായ അങ്ങയുടെ ഈ വിഷ്ണുരൂപം മറ്റുള്ളവർ കാണും മുമ്പേ മറയ്ക്കണം. കാരുണ്യവാരിധി, ലാളിക്കാനും ആലിംഗനം ചെയ്യാനും മറ്റും പറ്റിയ ബാലരൂപത്തെ എനിക്ക് കാണിച്ചു തരണം. പുത്രവാത്സല്യം എന്ന വ്യാജേന അങ്ങയെ പരിചരിച്ച് ദുഃഖപൂർണമായ സംസാര സമുദ്രം കടക്കാൻ എനിക്ക് അവസരമുണ്ടാക്കി തരണം. കൗസല്യ ഭക്തിപൂർവം ഇങ്ങനെ വീണ് വണങ്ങിക്കൊണ്ട് സ്തുതിച്ചപ്പോൾ ഭക്തവത്സലനായ ഭഗവാൻ ഇങ്ങനെ പറഞ്ഞു: അമ്മേ, ഭവതിക്കിഷ്ടമായതെല്ലാം ഒരു വ്യത്യാസവുമില്ലാതെ വിചാരിച്ചതുപോലെ നടക്കും. ദുരഹങ്കാരിയായ രാവണനെ വധിച്ച് ലോകർക്കെല്ലാം സന്തോഷം നൽകുന്നതിന് ബ്രഹ്മാവ്, ശിവൻ തുടങ്ങിയ ദേവന്മാർ അപേക്ഷിച്ചതിനാൽ മനുഷ്യവംശത്തിൽ നിങ്ങളുടെ പുത്രനായി മനുഷ്യരൂപം സ്വീകരിച്ച് ഞാൻ ഭൂമിയിൽ ജനിച്ചു. കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ നിങ്ങളുടെ മകനായി ജനിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് വളരെ കാലം നിങ്ങൾ എന്നെ ഭജിച്ചു. അതുനിമിത്തം ഇപ്പോൾ നിങ്ങൾക്കെൻ്റെ ഈ രൂപം കാട്ടിത്തന്നു. കിട്ടാൻ പ്രയാസമുള്ള എൻ്റെ ദർശനം മോക്ഷത്തിനുള്ള ഏകമാർഗമാണ്. ദർശനം ലഭിച്ചു കഴിഞ്ഞാൽ ജനനമരണമാകുന്ന സംസാരത്തിൽ നിന്നുണ്ടാകുന്ന ദുഃഖം ഉണ്ടാവുകയില്ല. എൻ്റെ ഈ രൂപം നിത്യവും ധ്യാനിച്ചു കൊള്ളുക, എങ്കിൽ മോക്ഷം ലഭിക്കും എന്ന കാര്യത്തിൽ സംശയം വേണ്ട. നാം തമ്മിൽ നടന്ന ഈ സംഭാഷണം പഠിക്കുകയോ കേൾക്കുകയോ ചെയ്യുന്നവന് മരണസമയത്ത് എന്നെ സ്മരിക്കാനിടവരും. മരണാനന്തരം എന്നോട് സാരൂപ്യം പ്രാപിക്കുവാനും കഴിയും. മഹാവിഷ്ണു ഇപ്രകാരം പറഞ്ഞിട്ട് ശിശുരൂപം സ്വീകരിച്ച് കാലും കൈയും കുടഞ്ഞ് കരയാൻ തുടങ്ങി. ഇന്ദ്രനീലം പോലെ ശോഭയുള്ള സുന്ദരനും പങ്കജലോചനനും പരമാനന്ദ സ്വരൂപനും ശിവൻ, ബ്രഹ്മാവ് തുടങ്ങിയ ദേവസമൂഹത്താൽ വന്ദിക്കപ്പെടുന്നവനുമായ മഹാവിഷ്ണു അങ്ങനെ ഭൂമിയിൽ അവതരിച്ചു. തനിക്ക് പുത്രനുണ്ടായി എന്ന വാർത്ത ദശരഥ മഹാരാജാവിനെ ആനന്ദപരവശനാക്കി. പുത്രന്റെ ജനന വിവരം അറിയിച്ച ഭൃത്യന്മാർക്കെല്ലാം വസ്ത്രങ്ങൾ, ആഭരണങ്ങൾ തുടങ്ങിയവ പലതും ദാനം ചെയ്തു. പുത്രന്റെ മുഖകമലം കണ്ട് സന്തുഷ്ടനായ ദശരഥൻ കുളി കഴിഞ്ഞു വന്ന ഗുരുവിന്റെ നിർദ്ദേശപ്രകാരം കുഞ്ഞിന്റെ ജാതകർമ്മങ്ങളും തുടർന്ന് പല ദാനങ്ങളും ചെയ്തു. പിറ്റേ ദിവസം കൈകേയിക്ക് ഒരു ആൺകുട്ടിയും പിന്നീട് സുമിത്രയ്ക്ക് 2 ആൺകുട്ടികളും ജനിച്ചു. ശത്രുക്കൾക്ക് കാലനായ ദശരഥൻ ആ കുട്ടികൾക്ക് യഥാവിധി ജാതകർമ്മങ്ങൾ നടത്തി. ജനങ്ങളെല്ലാം സന്തോഷാശ്രുക്കൾ പൊഴിച്ചു. സ്വർണം, രത്നങ്ങൾ, വസ്ത്രങ്ങൾ, ഗ്രാമങ്ങൾ തുടങ്ങി ധാരാളം ദാനങ്ങൾ ബ്രാഹ്മണർക്ക് നൽകി. രാമജന്മം സ്വർഗത്തിലും മഹോത്സവമായി ആഘോഷിച്ചു. ദേവേന്ദ്രന്റെ 1000 കണ്ണുകളും തെളിഞ്ഞു. എല്ലാ ലോകങ്ങളും പരമാത്മസ്വരൂപനായ ഇവനിൽ രമിക്കുന്നു എന്ന് മനസ്സിലാക്കിയ വസിഷ്ഠൻ ശ്യാമള നിറമുള്ള മനോഹരനായ ശിശുവിന് രാമൻ എന്ന് പേരിട്ടു. ഭരണനിപുണനാകുമെന്ന് ദിവ്യദൃഷ്ടി കൊണ്ട് മനസ്സിലാക്കിയ വസിഷ്ഠൻ കൈകേയിയുടെ മകന് ഭരതൻ എന്ന് പേരിട്ടു. സുമിത്രയുടെ ഉത്തമ ലക്ഷണമുള്ള ആദ്യത്തെ മകന് ലക്ഷ്മണൻ എന്നും പേര് നൽകി. ശത്രുവർഗത്തെ ഹനിക്കുന്നവനായി തീരുമെന്ന് മനസ്സിലാക്കി രണ്ടാമത്തെ മകന് ശത്രുഘ്നൻ എന്ന് നാമകരണം ചെയ്തു. ഇങ്ങനെ 4 പുത്രന്മാർക്കും നാമകരണവും അതിന്റെ ചടങ്ങുകളും നടത്തിയതിനു ശേഷം ദശരഥൻ പത്നിമാരോടുകൂടി സസന്തോഷം ബാലന്മാർ വിവിധ ലീലകളിൽ മുഴുകി. പായസം വിഭജിച്ച് നൽകിയ രീതി അനുസരിച്ച് രാമനും ലക്ഷ്മണനും ഒരുമിച്ചും ഭരതനും ശത്രുഘ്നനും ഒരുമിച്ചാണ് കളിച്ചു വളർന്നത്. കോമളന്മാരായ സഹോദരന്മാരും ഒരുമിച്ച് ശ്യാമളവർണ്ണനും ലോകാഭിരാമനുമായ രാമൻ കാരുണ്യം ചൊരിയുന്ന കടാക്ഷങ്ങൾ, സരസവും അവ്യക്തവും മധുരവുമായ സംഭാഷണം,
വിശ്വമോഹനമായ രൂപസൗന്ദര്യം, എല്ലാവർക്കും ആനന്ദം നൽകുന്ന ശരീരമാർദ്ദവം, ഉച്ചമലരിപ്പ് പോലെ ചെമന്ന ചുണ്ടുകൊണ്ടുള്ള ചുംബനം, മനോഹരമായി മുളച്ചുവരുന്ന പല്ലുകൾ കാട്ടിയുള്ള പുഞ്ചിരി, നിലത്തു പതിയുന്ന പാദകമലങ്ങൾ കൊണ്ടുള്ള നടത്തം, മനോഹരങ്ങളായ പ്രവൃത്തികൾ മുതലായവ കൊണ്ട് അച്ഛനമ്മമാരുടെയും നഗരവാസികളുടെയും സകല ഇന്ദ്രിയങ്ങൾക്കും സന്തോഷം നൽകി. ഭർത്താവ് അയോധ്യയിലുണ്ടെന്ന് മനസ്സിലാക്കിയ ലക്ഷ്മി ദേവി അയോധ്യയിൽ നൃത്തം ചെയ്തു. അന്നു മുതൽ ഭൂമിയിൽ മുഴുവൻ ഐശ്വര്യം വർദ്ധിച്ചു. ലോകരെല്ലാം വളരെയധികം സന്തുഷ്ടരായി. ദശരഥ മഹാരാജാവിനെയും പത്നിമാരെയും ബാലലീലകളാൽ ആനന്ദിപ്പിച്ചുകൊണ്ട് ആ കുട്ടികൾ മെല്ലെ കൗമാരത്തിലേക്ക് കടന്നു. ബ്രഹ്മപുത്രനായ വസിഷ്ഠൻ വിധിപ്രകാരം കുമാരന്മാരുടെ ഉപനയനം നടത്തി. വേദങ്ങൾ, വേദാംഗങ്ങൾ, ഉപാംഗങ്ങൾ, സ്മൃതികൾ, ഉപസ്മൃതികൾ എന്നിവയെല്ലാം അവർ അനായാസം പഠിച്ചതിൽ അത്ഭുതമില്ല. അവ ഈശ്വരനായ മഹാവിഷ്ണുവിന്റെ ശ്വാസങ്ങളാണല്ലോ. സകല ചരാചരങ്ങളുടെയും ഗുരുവായ ഭഗവാന്റെ ഗുരുവായി തീരാൻ ഭാഗ്യം സിദ്ധിച്ച ബ്രഹ്മപുത്രനായ വസിഷ്ഠന്റെ ഭാഗ്യം പറഞ്ഞറിയിക്കാൻ കഴിയുന്നതല്ല. അസ്ത്രവിദ്യയിൽ തന്റെ പുത്രന്മാർ അത്ഭുതകരമായ സാമർഥ്യം നേടിയെന്ന് കണ്ട ദശരഥൻ വർദ്ധിച്ച സന്തോഷത്തോടെ വസിഷ്ഠനെ ആദരിച്ചു. അക്കാലത്തൊരിക്കൽ കൗതുകം കൊണ്ട് ശ്രീരാമൻ അതിവേഗമുള്ള ഒരു കുതിരപ്പുറത്ത് കയറി ജീവന് തുല്യനായ ലക്ഷ്മണനുമൊന്നിച്ച് അമ്പ്, വില്ല്, വാൾ, ഗദ, ആവനാഴി എന്നിവ ധരിച്ച് കാട്ടിൽ നായാട്ടിന് പോയി. കണ്ണിൽപ്പെട്ട ദുഷ്ടമൃഗങ്ങളെയെല്ലാം അവർ കൊന്നു. മാൻ, കുരങ്ങ്, ആന, കരടി, കാട്ടുപന്നി, സിംഹം, പുലി മുതലായവ ധാരാളം കാട്ടുജന്തുക്കളെ കൊന്നു കൊണ്ടുവന്ന് അച്ഛന്റെ പാദത്തിൽ സമർപ്പിച്ച് നമസ്കരിച്ചു. നിത്യവും രാവിലെ എഴുന്നേറ്റ് കുളിച്ച് സന്ധ്യാവന്ദനം നടത്തിയിട്ട് അച്ഛനമ്മമാരുടെ പാദാംബുജം വണങ്ങിയതിനു ശേഷം അനുജനുമായി നഗരവാസികളുടെ കാര്യങ്ങൾ ചർച്ച ചെയ്ത് ദണ്ഡനീതി നടപ്പിലാക്കി. പ്രജകളെ തന്നോട് ഇണക്കി നിർത്തി. ധർമ്മസംരക്ഷണം നടത്തി. ബന്ധുക്കൾ, ഗുരുക്കന്മാർ എന്നിവരോടൊപ്പം സമൃദ്ധമായ ഭക്ഷണം കഴിച്ചതിന് ശേഷം ധർമ്മശാസ്ത്രം, പുരാണ ഇതിഹാസങ്ങൾ മുതലായവ കേട്ട് പരബ്രഹ്മത്തിൽ മുഴുകിയ മനസ്സോടെ ദിവസങ്ങൾ കഴിച്ചു. പരനും പരാപരനും പരബ്രഹ്മവും പരമാനന്ദ മൂർത്തിയുമായ ഈശ്വരൻ ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ച് രാജാവിന്റെ പ്രവർത്തികളിൽ മുഴുകി വാണു. ആലോചിച്ചു നോക്കിയാൽ ഈശ്വരൻ ഒന്നും പ്രവർത്തിക്കുന്നവനല്ല. അദ്ദേഹത്തിനൊരു മാറ്റവുമില്ല. ഒരു പരിണാമവും ഇല്ലാതെ ആത്മരാമനായി വർത്തിക്കുന്ന ഭഗവാൻ മനുഷ്യനെ പോലെ ജീവിക്കുന്നത് ആലോചിച്ചാൽ മഹാമായയുടെ വൈഭവം അത്യത്ഭുതകരം തന്നെ. അക്കാലത്ത് ഒരു ദിവസം വിശ്വാമിത്ര മഹർഷി അയോധ്യയിൽ എഴുന്നള്ളി. മനസ്സ് നിറഞ്ഞു കവിഞ്ഞ ഭക്തിയോടും സംഭ്രമത്തോടും കൂടി ദശരഥൻ വസിഷ്ഠനോടൊപ്പം മഹർഷി എതിരേറ്റ് വിധിപ്രകാരം പൂജിച്ചു. തുടർന്ന് ദശരഥൻ പുഞ്ചിരിയോടെ വിശ്വാമിത്രനോട് പറഞ്ഞു: അങ്ങിവിടെ വന്നതുകൊണ്ട് എന്റെ ജന്മം സഫലമായി. ഞാൻ കൃതാർത്ഥനായി. അങ്ങേപ്പോലുള്ളവർ എഴുന്നള്ളുന്ന പ്രദേശം സമ്പന്നവും മംഗളമയമായി തീരുകയും ചെയ്യും. അങ്ങയുടെ ഇങ്ങോട്ടുള്ള എഴുന്നള്ളത്തിന്റെ ഉദ്ദേശം എന്താണ്? ദയാനിധി അരുളി ചെയ്താലും. എന്നാൽ കഴിയുന്നതെല്ലാം ഒരു മടിയും കൂടാതെ ഞാൻ ചെയ്തു തരാം. അങ്ങ് പരമാർത്ഥം പറഞ്ഞാലും. ഇത് കേട്ട് സന്തുഷ്ടനായ വിശ്വാമിത്രൻ ഇങ്ങനെ പറഞ്ഞു: ഞാൻ അമാവാസി തോറും പൃഥുദേവതകൾക്ക് വേണ്ടി ഹോമം നടത്താറുണ്ട്. മാരീചൻ, സുബാഗോ എന്ന 2 രാക്ഷസന്മാർ അവന്റെ അനുചരരോടൊപ്പം എത്തി ഹോമം മുടക്കുന്നു. അവരെ വധിച്ച എന്റെ യാഗം രക്ഷിക്കാനായി മഹാരാജാവെ, വസിഷ്ഠനോടുകൂടി ആലോചിച്ച് രാമനെയും ലക്ഷ്മണനെയും എന്നോടൊപ്പം അയക്കണം. കരുണാനിധിയും സദ്ബുദ്ധിയുള്ളവനുമായ മഹാരാജാവെ, അങ്ങേക്ക് നല്ലത് വരും. വിശ്വാമിത്രന്റെ വാക്കുകൾ കേട്ട് ചഞ്ചലചിത്തനായ ദശരഥൻ രഹസ്യമായി വസിഷ്ഠനോട് ഇപ്രകാരം പറഞ്ഞു: ഗുരു, ഞാൻ എന്തു ചെയ്യട്ടെ? എനിക്ക് മകനെ പിരിഞ്ഞിരിക്കാൻ ഒട്ടും ശക്തിയില്ല. ഒരു പുത്രൻ ഉണ്ടാകാൻ വളരെ കൊതിച്ചിരുന്നപ്പോൾ ഭാഗ്യം കൊണ്ട് ലഭിച്ച രാമനെ പിരിഞ്ഞാൽ തീർച്ചയായും ഞാൻ മരിക്കും. മകനെ നൽകിയില്ലെങ്കിൽ എന്റെ വംശം കൂടി വിശ്വാമിത്രൻ നശിപ്പിക്കും. എന്താണ് വേണ്ടതെന്ന് അങ്ങ് ആലോചിച്ച് അരുളി ചെയ്യണം. വസിഷ്ഠൻ പറഞ്ഞു: ദേവന്മാർ കൂടി രഹസ്യമായി വച്ചിരിക്കുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞു തരാം രാജാവേ. രാമൻ മനുഷ്യനല്ല, അപ്രമേയനും ആനന്ദമൂർത്തിയുമായ പരബ്രഹ്മമാണ്. മുമ്പ് ബ്രഹ്മദേവൻ പ്രാർത്ഥിച്ചത് നിമിത്തം മഹാവിഷ്ണു ഭൂമിയുടെ ഭാരം ഇല്ലാതാക്കാൻ വേണ്ടി നിന്റെ മകനായി കൗസല്യാദേവിയിൽ പിറന്നിരിക്കുകയാണ്. നിന്റെ മുൻജന്മ കഥ ഞാൻ പറഞ്ഞു തരാം. മുമ്പ് നീ ബ്രഹ്മാവിന്റെ മകനായ കശ്യപ പ്രജാപതിയായിരുന്നു. അന്ന് നിന്റെ ഭാര്യയായിരുന്ന അതിഥിയാണ് കൗസല്യ. നിങ്ങൾ ഇരുവരും കൂടി സന്തതി ഉണ്ടാകുന്നതിന് വേണ്ടി ദീർഘകാലം വിഷ്ണുവിനെ ധ്യാനിച്ചുകൊണ്ട് ഉഗ്രമായ തപസ് ചെയ്തു. ഭക്തവത്സലനും വരദനുമായ ഭഗവാൻ നിങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷനായി വരം വാങ്ങിക്കൊള്ളാൻ പറഞ്ഞപ്പോൾ അങ്ങ് ഞങ്ങളുടെ മകനായി ജനിക്കണമെന്ന് നിങ്ങൾ അപേക്ഷിച്ചു. നിങ്ങളുടെ മകനായി രാമനായി ജനിച്ചിരിക്കുന്നത് സാക്ഷാൽ മഹാവിഷ്ണുവാണ്. അനന്തന്റെ അവതാരമാണ് ലക്ഷ്മണൻ. ഭരതനും ശത്രുഘ്നനും വിഷ്ണുവിന്റെ ശംഖചക്രങ്ങളും.
യോഗാമായാദേവി മിഥിലയിൽ യാഗാരംഭാവസരത്തിൽ അയോനിജയായ സീതയായി ജനിച്ചിട്ടുണ്ട്. അവരെ തമ്മിൽ യോജിപ്പിക്കാനാണ് വിശ്വാമിത്രൻ ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുള്ളതെന്ന് മനസ്സിലാക്കുക. ഇത് വളരെ രഹസ്യമാണ്, മറ്റാരോടും പറയാൻ പാടില്ല. അതിനാൽ അല്പവും സംശയിക്കാതെ രാമനെ വിശ്വാമിത്രനോടൊന്നിച്ചയക്കുക. വസിഷ്ഠൻ പറഞ്ഞതനുസരിച്ച് സന്തുഷ്ടനായ ദശരഥൻ വിശ്വാമിത്രനെ യഥാവിധി ഭക്തിപൂർവ്വം പൂജിച്ചിട്ട് രാമലക്ഷ്മണരെ കൊണ്ടുപോയിക്കൊള്ളാൻ സന്തോഷപൂർവ്വം അനുവാദം നൽകി. രാമ ലക്ഷ്മണ വരൂ എന്ന് ഇരുവരെയും വിളിച്ച് മാറോടണച്ച് ഗാഠമായി ആലിംഗനം ചെയ്ത് നന്മയുണ്ടാകാനായി പോയി വരൂ എന്ന് ദശരഥൻ പറഞ്ഞു. മാതാപിതാക്കളുടെയും മുനിശ്രേഷ്ഠനും കുലഗുരുവുമായ വസിഷ്ഠന്റെയും പാദങ്ങൾ തൊട്ട് നമസ്കരിച്ചിട്ട് രാമനും ലക്ഷ്മണനും വിശ്വാമിത്രനെ വണങ്ങി. ലോകരക്ഷയ്ക്കു വേണ്ടി വിശ്വാമിത്രൻ അവരെ സ്വീകരിച്ചു. കർക്കിടക മാസം 3-ാം ദിവസമായ ഇന്നത്തെ രാമായണ കഥ ഇവിടെ പൂർണ്ണമാകുകയാണ്. നന്ദി, നമസ്കാരം.